ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പറടാ, നിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? എന്റെ പെണ്ണിനെയും കെട്ടി അവളുടെ കൂടെ ജീവിതവും തുടങ്ങി. ഇപ്പൊ എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളൊക്കെ അമ്മാവന്റെ കയ്യിൽ നിന്ന് ഉടവാള് വാങ്ങിച്ച് സ്വന്തമാക്കാൻ പോകുന്ന നിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? എങ്ങനെ ചെല്ലുവാനെ? ആ, ഞാൻ പോവാ. ഇങ്ങനെ ഒരുത്തൻ നമ്മുടെ കുടുംബത്തിൽ ഒന്ന് പിറന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഹലോ വേണുട്ടാ. പത്മാവതി മാഡം, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഊഹിച്ചതാണല്ലോ. പറ വേണുട്ടാ, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? യാതൊരു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ അവസാനത്തെ ശ്രമം എന്നോണം ഞാൻ അംബിക മാഡത്തോടൊന്ന് സംസാരിച്ചു നോക്കി. എന്താ വേണുട്ട അംബികയോട് സംസാരിച്ച? അംബിക മാഡത്തിന് രാജുവിനോടൊപ്പം ജീവിക്കാനേ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായപ്പോ ആ ആഗ്രഹം നടക്കട്ടെ എന്ന് തോന്നി. വർമ്മ സാറിനും ഈ ബന്ധത്തിന് എതിരില്ല എന്നായപ്പോ പിന്നെ ഞങ്ങൾ എന്തിനാ മാഡം കുട്ടികളുടെ ജീവിതത്തിന് എതിരേക്കുന്നത്? എന്നിട്ട് അംബികേച്ചി എന്ത് പറഞ്ഞു? എടോ, തന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താന്ന് ഈ അമ്പിയക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നിന്ന് നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ പ്രതാപന്റെ കയ്യിൽ നിന്നും അവൻ ഉടവാള് വാങ്ങാൻ പോകുന്നില്ല. ഈ ചടങ്ങ് അംബിക മുടക്കൂന്ന് മാത്രമല്ല, രാജുവും ഋതികയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ ഇവിടെ വച്ച് ഈ കാവിൽ വെച്ച് തെളിയിക്കും. എത്ര കേണപേക്ഷിച്ചിട്ടും അംബിക മാഡത്തിന്റെ മനസ്സലിഞ്ഞില്ല. രാജുവിന്റെ ഋതികയുടെയും വിവാഹം നടന്നിട്ടില്ലെന്ന് അംബിക മാഡം തെളിയിക്കുമെന്ന് എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു. അടുത്ത് വീണ് കിടക്കുന്ന കൈക്ക് ഉപ്പ് പോലും തേക്കാത്തവരുന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന് ചേരുന്ന സ്വഭാവമുള്ള ഒരേ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. അത് അംബികേച്ചിയാണ്. വേണുട്ടൻ പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് പുറപ്പെടുവോ. വേണുട്ടൻ ധൈര്യമായിട്ടിരിക്കും. അയ്യോ, മാഡം ഇവിടേക്ക് വരാൻ പോകണമെന്നോ? അത് വലിയ പ്രശ്നമാണ് മാഡം, അത് വലിയ പ്രശ്നമാവില്ലേ? വർമ്മ സാർ മാഡത്തെ നേരി കണ്ട പ്രശ്നങ്ങളെ ഭയന്ന് ഒളിഞ്ഞും മറിഞ്ഞും ഇനി എത്ര കാലം ഞാനിങ്ങനെ ജീവിക്കും വേണോട്ടാ? ഇത് എന്റെ മകളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. അവളുടെ ജീവിതത്തിന്റെ കാര്യമാണ്. അവൾക്ക് വേണ്ടി ഞാൻ കുടുംബക്ഷേത്രത്തിലേക്ക് ഇന്ന് വരാൻ പോവാണ്. ദൈവമേ, രാജു ഋതികയെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം രാജുവിന്റെ നാവിൽ നിന്നോ മറ്റാരുടെ നാവിൽ നിന്നോ പ്രതാപേട്ട അറിയുന്നതിന് മുമ്പ് എനിക്കവിടെ എത്തണം. മാഡത്തിന്റെ മനസ്സിലെന്താ അത് പറ, എനിക്കാകെ പേടിയാകുന്നു. രാജുവിന്റെ ഋതികയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിക്കൊടുത്തത് ഞാനാണെന്ന് ഞാൻ പ്രതാപേട്ടനോട് പറയാൻ പോവാ. പിന്നെ രാജുവിനും മറ്റാർക്കും കൂടുതലൊന്നും പറയാൻ കഴിയില്ല. അല്ല, മാഡം പറയാൻ പോകുന്ന നുണ വർമ്മ സാർ വിശ്വസിക്കോ? എന്റെ മകൾ അവളുടെ കഴുത്തിൽ രാജു താലി കെട്ടിയെന്ന് പറഞ്ഞ നുണ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചില്ലേ? ഞാൻ പറയാൻ പോകുന്ന നുണയും എല്ലാവരും വിശ്വസിക്കും. ഞാൻ വിശ്വസിപ്പിക്കും. ഇത് ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. വിജയം നമുക്കായിരിക്കും വേണോട്ടാ. ഭഗവാനെ, എല്ലാം നീ ഭംഗിയാക്കി തരണേ. ശേഖരൻ സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ പോയി? എങ്ങനെ ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാവുന്ന? അളിയനൊന്ന് വിളിച്ചു നോക്കാം. എന്താടാ, ഭയങ്കര ടെൻഷനാണല്ലോ നിനക്ക്? നിനക്കെന്താടാ?
നീ എന്തിനിപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നേ? നിന്നെ ഒന്ന് ഉപദേശിക്കാനും ചില സത്യങ്ങള് നിന്നെ അറിയിക്കാനോടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത് ശരിക്കും എന്തിനാണെന്ന് നിനക്കറിയോ? ദീപക്, നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കല്ലേ. ഇല്ലടാ, എന്നെ പിരികേറ്റി ഈ ചടങ്ങ് മുടക്കി വർമ്മ സാറിനെ വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എടാ, നിനക്ക് പുലി വരുന്നെന്ന് കാറിയ പഴയ ആട്ടിടന്റെ കഥ ഓർമ്മയില്ലേ? അവന്റെ അവസ്ഥയാ ശരിക്കും ഇപ്പൊ നിനക്ക്. ഋതികയെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് നീ പലതവണ അമ്മനോട് പറയാൻ ശ്രമിച്ചു. അതൊക്കെ വെറുതെ. ഇപ്പൊ ഇന്ന് നിനക്ക് ശരിക്കും നിങ്ങളുടെ വിവാഹം നുണയായിരുന്നു എന്ന് പറയേണ്ടി വരും. അമ്മാവനോട് മാത്രമല്ല, എല്ലാവരോടും പറയേണ്ടി വരും. പക്ഷേ നടക്കില്ല. നിന്നെ കൊണ്ട് അതൊന്നും പറയാൻ സാധിക്കില്ല. കണക്കില്ലാത്ത കോടികൾ കയ്യിലേക്ക് വരാൻ പോകുമ്പോ രാജുവല്ല, സാക്ഷാൽ ഹരിശ്ചന്ദ്ര മഹാരാജാവ് പോലും ആദർശങ്ങളൊക്കെ മാറ്റിവെച്ച് രണ്ടാമത് ഒന്നുകൂടി ചിന്തിക്കും. മതി ദീപക്, നിർത്ത്. നാവിന് ലൈസൻസ് ഇല്ലാതെ നീ ഇതെന്തൊക്കെ ഈ പറയുന്ന? ചുറ്റി വിളച്ച് പറയാനല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്റെ മുഖത്ത് നോക്കി പറയും. ഇതെന്താ ഈ സ്വത്തിന്റെയും പണത്തിന്റെയൊക്കെ കണക്ക്? എന്നോടുള്ള വിദ്വേഷം കൊണ്ട് തോന്നുന്ന കാര്യങ്ങള് നീ അങ്ങ് വെറുതെ അങ്ങ് വിളിച്ചു പോവാണ് അതോ? എടാ, എല്ലാം നിനക്കറിയാം. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നുള്ള ദ്രോഹി. കുറെ നേരമായി നീ എന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട്. വേണ്ട വേണ്ടാന്ന് വെച്ച് ക്ഷമിക്കുമ്പോ നീ എന്റെ തോളി കയറാൻ നോക്കിയുണ്ടല്ലോ. പറടാ, നിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? എന്റെ പെണ്ണിനെയും കെട്ടി അവളുടെ കൂടെ ജീവിതവും തുടങ്ങി. ഇപ്പൊ എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളൊക്കെ അമ്മാവന്റെ കയ്യിൽ നിന്ന് ഉടവാള് വാങ്ങിച്ച് സ്വന്തമാക്കാൻ പോകുന്ന നിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? ഉടവാള് കയ്യിൽ വാങ്ങി സ്വത്തുക്കള് സ്വന്തമാക്കുന്നു? നീ എന്തൊക്കെ ദീപക് ഈ പറയുന്നേ? നായേ, മതിയാക്കടാ നിന്റെ അടവ്. നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്, അറിയോ? ശേഖർ സാറേ, വേണ്ട, വിട്ടേക്ക്. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലെങ്കിലേ ദേ ഇയാളോട് ചോദിക്കും സത്യം എന്താണെന്ന്. ഇയാള് പറഞ്ഞില്ലെങ്കിലേ കുറച്ചു കഴിയുമ്പോ നീ അങ്ങോട്ട് പോകുമല്ലോ ഉടവാള് കയ്യിലേക്ക് വാങ്ങാൻ. അപ്പൊ നിനക്ക് മനസ്സിലാവും സത്യം എന്താണെന്ന്. എന്താ ശേഖരൻ സാറേ അവൻ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? എന്തിനാ കുടുംബത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഉടവാള് വർമ്മ സാർ എന്റെ കൈകളിലേക്ക് തരുന്നേ? രാജു, എന്തൊക്കെ പറഞ്ഞാലും ചേട്ടന്റെ ദൃഷ്ടിയില് ഋതുമോളുടെ കഴുത്തിൽ താലി കെട്ടിയത് രാജു ആണല്ലോ. അതുകൊണ്ട് ചേട്ടനെടുത്ത തീരുമാനമോ രാജു ഇത്. ചേട്ടനെ എതിർക്കാൻ. അപ്പോ അവൻ ദീപക് പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്.